ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി ഇപ്പോൾ ഈ ചപ്പാത്തിക്ക് പോലെ എന്നോട് വെറുപ്പ് തോന്നുന്ന അളവിലാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണേക്കാളും അതിനുള്ള കറികൾ ഉണ്ടാക്കാൻ കേട്ടോ ടാസ്ക്. ഇന്ന് എന്താ കറി കൊടുത്തയക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ പിള്ളേർക്ക് ചപ്പാത്തി ആണെങ്കിൽ ഒരു പരാതി ഉണ്ടാവില്ല, പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള കറികൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ അവർക്ക് ഇഷ്ടം കഴിക്കാൻ. അതുപോലെ തന്നെ ഇന്ന് ലഞ്ച് ബോക്സിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ചപ്പാത്തിയും ചന്നാക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ചപ്പാത്തിയും ചന്നയും ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ചന്നക്കറി വെക്കാനായിട്ട് ഞാൻ തലേന്ന് തന്നെ ചന്ന നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചന്ന വേവിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കിഴി കെട്ടാൻ കേട്ടോ. അപ്പോൾ ഹോട്ടൽ സ്റ്റൈൽ നമുക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ പട്ട, ഗ്രാമ്പോ അങ്ങനത്തെ സ്പൈസസും അതുപോലെ 2 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ചായപ്പൊടിയും കൂടി ഒരു കിഴി കെട്ടാം. നമുക്ക് ഫിൽറ്റർ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലിട്ടിട്ട് നമ്മൾ ഈ കുക്കറിലോട്ട് ഇട്ടാലും മതി. അപ്പോൾ ചന്നയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കിഴി കെട്ടിയതും കൂടി ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പറ്റാത്തവർക്ക് നമുക്ക് കട്ടൻ ചായ ചായ നമ്മൾ വയ്ക്കുമല്ലോ, അങ്ങനെ തന്നെ ചായപ്പൊടി തിളപ്പിച്ചിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് വേവിച്ചാലും മതി കേട്ടോ. അപ്പോഴാണ് ചന്നാക്കറി നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് കറിയിലോട്ടുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു. ഇതേപോലെ തന്നെ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം സവാള നന്നായിട്ട് അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അതിലോട്ട് അതും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മീഡിയം സൈസ് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഈ ചന്നയിൽ തന്നെ കുറച്ച് ചന്നയും കൂടി എടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചന്ന വെന്തതിന് ശേഷം ഈ മസാലയൊക്കെ അതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തിളപ്പിക്കാനുള്ള സമയം ലാഭിക്കാനാണെങ്കിൽ നമുക്ക് ആ കുക്കറിലോട്ട് തന്നെ ഒഴിച്ചിട്ട് നമുക്ക് 2-3 വിസിലൂടി വെച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചന്നക്കറി റെഡി കേട്ടോ. അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴെങ്കിൽ നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ചന്ന അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് ക്രീമിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചേർത്തിട്ടില്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് ക്യാഷ് അരച്ചൊഴിക്കുകയാണെങ്കിലും അതേപോലെ നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തതിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.